ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എക്സാം പോയിന്റ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഒരു ചാപ്റ്ററാണ്. ചാപ്റ്റർ 11 ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യൽ ലൈഫ്. ഓക്കെ, സോ സോഷ്യൽ ലൈഫ് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ എന്താണ് സോഷ്യൽ ലൈഫ്, അല്ലെങ്കിൽ എന്താണ് ഒരു സമൂഹം എന്ന് പറയുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ, സമൂഹങ്ങളായ ആളുകൾ ജീവിക്കുന്നു, കമ്മ്യൂണിറ്റീസ് എന്നൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഒരു സമൂഹം, എങ്ങനെയാണ് അത് ഫോം ചെയ്യുക? ഇപ്പം നിങ്ങളൊരു വ്യക്തിയാണ് അല്ലേ, ഞാനൊരു വ്യക്തിയാണ്. അപ്പം നിങ്ങളിൽ ആ ഒരു വ്യക്തിയിൽ നിന്നും ഒരു കുടുംബം ഉണ്ടാകുന്നുണ്ട്. ഇപ്പം എന്നിൽ നിന്നാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ, എൻ്റെ ഹസ്ബൻഡ് അല്ലേ. ഇപ്പം നിങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ കുട്ടികളുണ്ട്, നിങ്ങളുടെ പാരൻസ് ഉണ്ട്, അച്ഛൻ, അമ്മ അല്ലേ, ചിലപ്പോൾ മുത്തശ്ശൻ മുത്തശ്ശിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും പേര് ചേർന്നിട്ടൊരു കുടുംബമാണ് ഉണ്ടാകുന്നത്, ശരിയല്ലേ? അപ്പം ഒരു വ്യക്തി, പിന്നെ ഒരു കുടുംബം. ഇനി അങ്ങനെ നിങ്ങളെപ്പോലെ പല പല കുടുംബങ്ങൾ നിങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഉണ്ടാവില്ലേ അല്ലേ? പല പല കുടുംബങ്ങൾ ഉണ്ടായിരിക്കും, ഓരോരോ വീടുകളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ പല കുടുംബങ്ങൾ ചേരുമ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രദേശത്തിൽ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യുകയാണ് അല്ലെ, ഒരു സമൂഹം ഉണ്ടാവുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഒരു സമൂഹം ഫോം ചെയ്യുന്നത്. അപ്പം ഒരു 10-15 വീടുകൾ മാത്രമല്ല കേട്ടോ. ഇപ്പോൾ ഒരു പ്രദേശം, ഒരു ഏരിയ നമ്മൾ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത്, ഒരു സ്ഥലം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്ത് ഇത്രയും കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സമൂഹം ഉണ്ടെന്ന് നമ്മൾ പറയും, ശരിയല്ലേ? അപ്പോൾ ഇതാണ് സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമൂഹത്തിലുള്ള ആളുകളുടെ ജീവിത രീതികൾ അല്ലേ, ഏറെക്കുറെ എന്താ പറയുക, സാമ്യങ്ങളുള്ളതായിരിക്കും. ഇപ്പം ഒരു സമൂഹം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രദേശത്ത് നമ്മൾ നോക്കുകയാണ്, ഒരു 10 കിലോമീറ്റർ ഒരു പ്രദേശത്ത് ഉള്ള ആളുകൾ, അവർ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു തൊഴിൽ പോലെ ആയിരിക്കില്ല ചിലപ്പോൾ അതിൽ നിന്ന് ഒത്തിരി ഡിസ്റ്റൻസ് നമ്മൾ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന ഒരു സമൂഹത്തിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടായിരിക്കും അല്ലേ. ഇപ്പം നമ്മളുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ സിറ്റീസിലൊക്കെ താമസിക്കുന്നവരാണ് അല്ലേ, ഏറെക്കുറെ ആളുകളും സിറ്റീസിൽ നഗരങ്ങൾ ഇഷ്ടപ്പെട്ട് താമസിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നഗരത്തിലുള്ള ആളുകളുടെ ജീവിത രീതി പോലെയാണോ നമ്മൾ കുറച്ചും കൂടെ ഉൾപ്രദേശങ്ങളിലേക്ക് പോയാൽ അല്ലേ, എങ്ങനെയാണ് കുറച്ചും കൂടെ ഉൾനാടൻ പ്രദേശങ്ങൾ, വില്ലേജസ്, ഗ്രാമങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെയും ഒത്തിരി ഡിഫറൻസസ് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളുടെ പോലെയുള്ളൊരു ലൈഫ് സ്റ്റൈലേ അല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ഫുഡ്, പിന്നെ എന്താണ് അവരുടെ ആ ഒരു ജീവിത രീതികൾ, തൊഴിൽ, ഇതൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. നമ്മളെ പോലെയുള്ളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്നും ചിലപ്പോൾ ഗ്രാമങ്ങളിൽ കാണത്തില്ല. ഇനി അതിലും ഏറ്റവും എന്താ പറയുക, ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റി കാണുന്നത് വേറൊരു സമൂഹത്തിലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഗോത്ര സമൂഹങ്ങൾ എന്ന് പറയും നമ്മൾ, അല്ലെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിന് പറയുകയാണെങ്കിൽ ആദിവാസി സമൂഹങ്ങൾ അല്ലെങ്കിൽ ആദിവാസികൾ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ, അത് കേട്ടിട്ടുണ്ട്. സോ ഈ ആദിവാസികൾ അല്ലെങ്കിൽ നമ്മളതിനെ ട്രൈബ്സ് എന്നാണ് വിളിക്കുക അവരെ. അപ്പോൾ ഈ ട്രൈബ്സിൻ്റെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ഓക്യുപ്പേഷൻ, അവർ താമസിക്കുന്ന സ്ഥലം അല്ലേ, അവർ സംസാരിക്കുന്ന ഭാഷ, ലാംഗ്വേജ് പോലും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഒന്നുമല്ല, നമ്മൾ നമുക്ക് ഒത്തിരി വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. അവരുമായിട്ട് സംസാരിക്കുമ്പോൾ, അവരെ കാണുമ്പോൾ അല്ലെ, അവരുടെ രീതികൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും, ശരിയല്ലേ? അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് കുറേ സമൂഹങ്ങളുടെ കാര്യങ്ങൾ കിട്ടിയില്ലേ. സോ ഇത്തരം സമൂഹങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് 3 കമ്മ്യൂണിറ്റീസിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ റൂറൽ വില്ലേജ് കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ അർബൻ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ സിറ്റീസിലൊക്കെ ജീവിക്കുന്ന കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇവരെങ്ങനെയൊക്കെയാണ് ഇവരുടെ ജീവിത രീതികൾ, തൊഴിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്ററിനകത്തേക്ക് പോവാം. ദാറ്റ് ഈസ് ഡൈവേഴ്സിറ്റി മീൻസ് വൈവിധ്യം അല്ലേ. എന്തിലുള്ള വൈവിധ്യമാണ്? സോഷ്യൽ ലൈഫിൽ അല്ലേ, സാമൂഹിക ജീവിതത്തിലുള്ള വൈവിധ്യങ്ങളാണ്. റൈറ്റ്. സോ ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്നുള്ളത്. ഓക്കെ, സോ സാമൂഹിക വൈവിധ്യമാണ് ദ ഡിഫറൻസസ് സീൻ ഇൻ എ പർട്ടിക്കുലർ സൊസൈറ്റി ഇൻ ദി കേസ് ഓഫ് റിലീജിയൻ, കൾച്ചർ, എക്കണോമിക് സ്റ്റാറ്റസ് അല്ലേ. അതായത് ഒരു സമൂഹം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു സൊസൈറ്റി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ആ സൊസൈറ്റിയിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. എന്തിൻ്റെയൊക്കെ ടേംസിലാണ്? അവരുടെ റിലീജിയൻ, അവരുടെ മതം, പിന്നെന്താണ് അവരുടെ കൾച്ചർ, സംസ്കാരം, അവർ ഫോളോ ചെയ്യുന്നൊരു സംസ്കാരം, ദെൻ എക്കണോമിക് സ്റ്റാറ്റസ്, അവരുടെ സാമ്പത്തിക സ്ഥിതി. ഇതിലൊക്കെ എന്താണ് ഒത്തിരി വ്യത്യാസങ്ങൾ നമ്മൾ ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഡിഫറൻസസ് അല്ലെങ്കിൽ ആ വേരിയേഷൻസിനെയാണ് നമ്മൾ എന്താ പറയുക, സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്നുള്ള ഈ ഒരു ടേം കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ മതം, സംസ്കാരം, സാമ്പത്തിക സ്ഥിതി മുതലായവയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക സമൂഹത്തിൽ, ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്രൂപ്പിനകത്ത് കാണുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വ്യതിയാനങ്ങളെയാണ് നമ്മൾ സാമൂഹിക വൈവിധ്യം അല്ലെങ്കിൽ സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ നമ്മൾ പറഞ്ഞു
ഏറ്റവും നമുക്ക് നമ്മളെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളുകളാണ് ആദിവാസികൾ എന്ന് ഞാൻ പറഞ്ഞു ഇൻട്രൊഡക്ഷനിൽ അല്ലേ. സോ ട്രൈബ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗോത്ര സമൂഹങ്ങൾ എന്നോ ആദിവാസികൾ എന്നൊക്കെ നമുക്ക് പറയാം. ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഒരു പെർട്ടിക്കുലർ ട്രൈബൽ സൊസൈറ്റിയിലുള്ള കുറച്ച് സ്ത്രീകളുടെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ ട്രൈബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആദിവാസി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ ലീവ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ്. ആൻഡ് ദേ വിൽ സ്പീക്ക് എ ലാംഗ്വേജ് യുണീക്ക് ടു ദെം ഇസ് കോൾഡ് എ ട്രൈബ്. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു പ്രദേശത്ത് ഒരു ഏരിയയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ അധിവസിക്കുന്ന ആളുകൾ അവരെന്താണ് ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ അവർക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിരിക്കും അവർ സംസാരിക്കുക. നമുക്കത് മനസ്സിലാവില്ല, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലാംഗ്വേജിലാണ് അവർ സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക, ട്രൈബ്സ് എന്ന് പറയാം. റൈറ്റ്. ആൻഡ് ദേ ഫോളോ യുണീക്ക് കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ചില അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, ചില കസ്റ്റംസ് ഒക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അത് നമ്മളിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും അല്ല. ഇപ്പം നമ്മൾ ആഘോഷിക്കുന്ന പോലെയുള്ള ഫെസ്റ്റിവൽസ് ആയിരിക്കില്ല അവരവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ രീതിയിലുള്ള തൊഴിലുകളല്ലായിരിക്കും അവർ ചെയ്യുന്നത്. അവർക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ കൂടുതലും ചെയ്യുക അല്ലേ. നമ്മളുടേതുപോലെയല്ല, പക്ഷേ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ എടുത്തു പറയേണ്ടത് വേറൊന്നുണ്ട്. അവരുടെ നോളജ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി യുണീക്ക്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ അവർക്ക് അറിയണമെന്നില്ല, പക്ഷേ അവരുടെ നോളജ്, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഡിസീസസ് വന്നാലോ, കാരണം അവർ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആളുകളായിരിക്കും ഈ ട്രൈബ്സ് എന്നൊക്കെ പറയും. ഫോറസ്റ്റിലും കാര്യങ്ങളിലൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ നോളജ്, ഡിസീസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കാട്ടിലൊക്കെ താമസിക്കുമ്പോഴത്തേക്കും ഓരോ ചെടികളുടെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൽ നിന്ന് എന്തൊക്കെ മരുന്നുണ്ടാക്കാൻ പറ്റും, ഇതൊക്കെ അങ്ങനെയുള്ള നോളജൊക്കെ വളരെ കൂടുതലായിരിക്കും അവർക്ക്. ഓക്കെ, അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. സോ ഒരു പൊതുപ്രദേശത്ത് താമസിക്കുകയും തനതായിട്ടുള്ളൊരു ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗം, ഓക്കെ, പീപ്പിളിൻ്റെ ഒരു ഗ്രൂപ്പാണ് ഗോത്ര സമൂഹം അല്ലെങ്കിൽ ട്രൈബ് എന്ന് പറയുന്നത്. അവർ സവിശേഷമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവരാണ്, പിന്തുടരുന്നവരാണ് അവരിൽ കൂടുതൽ ആളുകൾ. ദെൻ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. വേറൊന്നുമല്ല, കുറേ ആളുകളാണ് ഒരു ഗ്രൂപ്പായിട്ട് താമസിക്കുന്നവരാണ്, പല എന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചേർന്നിട്ടുള്ളവരാണ്. ഓക്കെ, ദെൻ ട്രൈബൽ കമ്മ്യൂണിറ്റി, ഗോത്ര സമൂഹത്തെ നമ്മൾ കൂടുതൽ അറിയാൻ പോവാണ് കേട്ടോ. സോ ട്രൈബ്സ് ഹാവ് യുണീക്ക് ലൈഫ് സ്റ്റൈൽസ്. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ജീവിത രീതി അവർ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മളുടേതുപോലെ ഒട്ടും സാമ്യങ്ങളില്ലാത്ത അവർക്ക് യുണീക്ക് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ആർ ദി ഡിസെൻഡൻസ് ഓഫ് ദി ആൻഷ്യൻ ഹ്യൂമൻ സൊസൈറ്റീസ് ഓഫ് അവർ കൺട്രി. ഓക്കെ, ഇപ്പം നമ്മുടെ കൺട്രിയിൽ തന്നെയുള്ള നമ്മളുടെ ആൻഷ്യൻ കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ, ആൻഷ്യൻ സൊസൈറ്റീസ്, അതായത് നമ്മുടെ എന്താ പറയുക, മുന്നേ താമസിച്ചിരുന്ന അല്ലെങ്കിൽ മുന്നേ ജീവിച്ചിരുന്ന ആളുകൾ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ജീവിത രീതി അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെയൊക്കെ ഫോളോ ചെയ്ത് ജീവിക്കുന്നവരാണ് ആക്ച്വലി പിന്മുറക്കാരാണെന്ന് പറയാം ആക്ച്വലി ഈ ട്രൈബ്സ്. ഓക്കെ, പക്ഷെ നമ്മളെന്ന് പറയുന്നത് നമ്മളുടെ ആൻഷ്യൻ്റ് ആയിട്ടുള്ള സൊസൈറ്റി അല്ലെങ്കിൽ അപ്പോൾ ജീവിച്ചിരുന്ന ആളുകളിൽ നിന്നൊക്കെ ഒത്തിരി എൻറ്റയർലി ഡിഫറെൻ്റ് അല്ലെങ്കിൽ എൻറ്റയർലി അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇപ്പം നമ്മളൊക്കെ ജീവിക്കുന്നത്. പക്ഷേ അവരെ ശരിക്കും ആക്ച്വലി ഈ ഏൻഷ്യൻസിനെ ഫോളോ ചെയ്യുന്നവരാണ്, അവരെ പിന്തുടരുന്നവരാണ് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഗോത്ര സമൂഹം. ആൻഡ് ദേ ആർ ജനറലി കൺഫൈൻഡ് എയ്തർ ടു ഫോറസ്റ്റ്. അവരുടെ ഏരിയ ആണ് കേട്ടോ, അവർ ഏത് ഭൂപ്രകൃതി അല്ലെങ്കിൽ ഭൂപ്രദേശത്താണ് താമസിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഫോറസ്റ്റ്, കാടുകളിൽ ചിലപ്പോൾ കാണാൻ പറ്റും. ദെൻ ഹിൽസ്, കുന്നുകളിലോ മലകളിലോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ താമസിക്കുക. ആൻഡ് ഓർ ടു ദി ഇൻറ്റീരിയർ പാർട്സ് ആൻഡ് ഐസൊലേറ്റഡ് വാലീസ്. ഒത്തിരി ഉൾപ്രദേശങ്ങളിലേക്കാണ് ഇവരുടെ ഒരു താമസവും ജീവിതവും ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള വാലീസിൽ. ഓക്കെ, ഒറ്റപ്പെട്ടുള്ള ചില താഴ്വരകൾ, അങ്ങനെയുള്ള വാലീസിലൊക്കെ ആയിരിക്കും കൂടുതൽ നമുക്ക് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ അവർ താമസിക്കുന്നത് ഇന്ന സ്ഥലങ്ങളിലായിരിക്കും. എവിടെയൊക്കെയാണ്? ഫോറസ്റ്റിലാകാം, മലകളിലാകാം, ഐസൊലേറ്റഡ് വാലീസിലാകാം, അല്ലെങ്കിൽ ഇൻറ്റീരിയർ ആയിട്ടുള്ള ഉൾപ്രദേശങ്ങളിലൊക്കെ ആയിരിക്കും ഇവരുടെ താമസം വരിക. സോ ഗോത്ര സമൂഹങ്ങൾക്ക് തനതായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ അവർ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെ, ഒരു ജീവിത രീതിയുണ്ട് അവർക്ക്, നമ്മളിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ദേശത്തെ ആദ്യകാല സമൂഹങ്ങൾ, നമ്മുടെ ഏൻഷ്യൻ കമ്മ്യൂണിറ്റീസിൻ്റെ പിന്മുറക്കാരാണ് ആക്ച്വലി ഈ ട്രൈബൽ വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഗോത്ര സമൂഹങ്ങൾ എന്ന് പറയുന്നത്. ഇന്ന് ഇവരിൽ ഭൂരിഭാഗം പേരും പൊതുവെ കാടുകളിലോ കുന്നിൻ മുകളിലോ അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട താഴ്വരകളിലോ ഒക്കെ ആയിരിക്കും ഇവർ കൂടുതൽ താമസിക്കുക. അതൊക്കെയാണ് അവരുടെ മെയിൻ റീജിയൻസ് എന്ന് പറയുന്നത്. ഇനി നെയിംസ് ഓഫ്
സം ഓഫ് ദി ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നില്ല, അല്ല നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തൊക്കെയാണ് നമ്മളുടെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ അവരുടെ റിച്വൽസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ പിടി ഉണ്ടാവണമെന്നില്ല. അപ്പം ഒത്തിരി ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട് നമ്മുടെ. ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ, ഇന്ത്യ മൊത്തം നോക്കുകയാണെങ്കിലും ഒക്കെ ഒത്തിരി ട്രൈബ്സ് ഉണ്ട്, ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് പേരുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് എഴുതാനും എസ്സേസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ പേരെങ്കിലും നമ്മൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പേരുകൾ തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. പണിയർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ട്രൈബ് ഉണ്ട്. ദെൻ കുറീച്ചിയർ എന്ന് പറയും, കുറീച്ചിയർ. ദെൻ കാഡേഴ്സ്. ഓക്കെ, കാഡേഴ്സ്. ദെൻ ഇരുളറാണ് കേട്ടോ, ഇരുളർ. ഓക്കെ, ദെൻ മലയരയർ. ഓക്കെ, മലയരയന്മാരെന്നൊക്കെ പറയും. ദെൻ ഊരാളി. ഇത്രയും പേരുകൾ നിങ്ങളൊന്ന് ബേസിക്കായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതൊക്കെയാണ് ചില ട്രൈബൽ കമ്മ്യൂണിറ്റീസാണ്, ഒത്തിരി ഉള്ളതിൽ കുറച്ച് മാത്രമാണ്. പണിയർ, കുറീച്ചിയർ, കാഡേഴ്സ്, ഇരുളർ, മലയരയർ, ഊരാളി. ഇതൊക്കെയാണ് ചില ട്രൈബൽ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഗോത്ര സമൂഹങ്ങളുടെ പേരുകളാണ്. അതിൻ്റെ കുറച്ച് ഫിഗേഴ്സും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്നത് പണിയർ എന്ന് പറയുന്ന ആ കാറ്റഗറിയിലുള്ള ആളുകളാണ് കേട്ടോ. ആ ലേഡിയുടെ ഫിഗർ കൊടുത്തിട്ടുള്ളത് പണിയർ എന്ന് പറയുന്ന ഗോത്ര സമൂഹമാണ്. പിന്നെ കുറീച്ചിയർ ഉണ്ട്, പിന്നെ മലയരയർ ഉണ്ട്. ഓക്കെ, അങ്ങനെ പല പല സമൂഹങ്ങളുടെ ജസ്റ്റ് ഒരു പിക്ചറൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനും അവരുടേതായിട്ടുള്ള യുണീക്ക് ഫീച്ചേഴ്സ്, ലൈഫ് സ്റ്റൈൽസ്, ലാംഗ്വേജ്, റിച്വൽസ്, അങ്ങനെ എല്ലാം അവർ യുണീക്കായിട്ട് ഫോളോ ചെയ്യുന്നവരായിരിക്കും. ഇപ്പോൾ ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്, അവരുടേതായിട്ടുള്ള ഫീച്ചേഴ്സിൽ ഡിഫറെൻ്റ് ആണ്, യുണീക്നെസ് ഉണ്ട് എല്ലാവർക്കും. അല്ലാതെ എല്ലാ ട്രൈബൽ കമ്മ്യൂണിറ്റീസും ഒരൊറ്റ റീച്വൽ ഫോളോ ചെയ്യണം അങ്ങനെയൊന്നുമില്ല, ഒന്നും എഴുതപ്പെട്ടിട്ടൊന്നുമില്ല. ഓരോ കമ്മ്യൂണിറ്റീസും ഒരുമിച്ച് താമസിക്കുന്നതുകൊണ്ട് അവരോരോ കാര്യങ്ങൾ യുണീക്കായിട്ട് ഫോളോ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇൻ കേരള. നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഗോത്ര സമൂഹങ്ങൾ എങ്ങനെയാണ്, അവരുടെ ജീവിത രീതി, അവരെവിടെയൊക്കെ കാണുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. So, as per the 1976 amendment of the Scheduled Caste, Scheduled Tribe Act, അല്ലേ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. SC ആളുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ, നിങ്ങളുടെ ക്ലാസ്സുകളിൽ തന്നെ ചില കുട്ടികൾ SC കാസ്റ്റ്, ST അങ്ങനെയൊക്കെ ചിലപ്പോൾ വേർതിരിക്കാറുണ്ട്. വേറൊന്നും, എല്ലാവരും മനുഷ്യർ തന്നെയാണ്. പക്ഷേ എന്താണ്, അവർക്ക് ഷെഡ്യൂൾ കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾ ട്രൈബ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒത്തിരി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു കാറ്റഗറൈസേഷൻ കൊണ്ടുവരുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു അല്ലാണ്ട് ആരെയും വേർതിരിച്ച് കാണാൻ വേണ്ടിയിട്ടല്ല നമ്മളങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും കുട്ടികളാണ്, അല്ലേ? സോ അങ്ങനെയൊന്നുമല്ല. എന്നാലും ഈ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിൻ്റെ ആക്ട് ഭേദഗതി ചെയ്തത് പ്രകാരം 1976 അതൊരു അമെൻമെൻ്റ് ഒക്കെ വന്നത്. ആ ഭേദഗതി പ്രകാരം there are 35 ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കേരള. നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയാണ്, 35 ട്രൈബൽ ഗ്രൂപ്പുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കേരളത്തിൽ മാത്രമുള്ള കാര്യമാണ് കേട്ടോ. അപ്പം കേരളത്തിൽ നമുക്കറിയാം 14 ജില്ലകളുണ്ട്. അപ്പോൾ ആ 14 ജില്ലകളിലായിട്ട് സ്കാറ്റർ ചെയ്തിട്ട് നമുക്ക് 35 ഗ്രൂപ്പ് ഓഫ് ട്രൈബ്സിനെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ദ പണിയർ നമ്മൾ നേരത്തെ കണ്ടു, അല്ലേ? ഈ ഫിഗറിൽ നമ്മൾ കണ്ടു, ഈ ആദ്യം കാണിച്ചിരിക്കുന്ന ആ ഫീച്ചർ, അതാണ് അവരുടെ ഒരു യുണീക്ക് ഫീച്ചറാണ്. ആ വലിയ കമ്മലുകളൊക്കെ ആയിട്ട് അവർ പ്രത്യേക രീതിയിലുള്ള എന്താ പറയുക തൊഴിലും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവരായിരിക്കും ഈ പണിയർ എന്ന് പറയുന്നത്. The Panier tribe scattered in different districts is the largest. അപ്പോൾ ഇതിൽ ഈ കൂട്ടത്തിൽ പണിയർ എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ, അവരാണ് പല പല ജില്ലകളിലായിട്ട് സ്കാറ്റർ ചെയ്ത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ആരാണ്, പണിയർ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യും. 1976 ഭേദഗതി ചെയ്ത പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് നമുക്ക് 35 ഗോത്ര സമൂഹങ്ങളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പല ജില്ലകളിൽ ചിതറിക്കിടക്കുന്ന പണിയർ എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എണ്ണത്തിൽ കൂടുതൽ കാണിക്കുന്നത്. പണിയർ എന്ന് പറയുന്ന ട്രൈബൽ പീപ്പിൾസ് ആണ്. ഓക്കെ, ഇനി ഫീച്ചേഴ്സ് ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റി. അപ്പോൾ ട്രൈബൽ കമ്മ്യൂണിറ്റി എന്താണ്, അല്ലെ, അവരെവിടെ താമസിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇവർക്ക് യുണീക്ക് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ട്, സവിശേഷതകളുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. Tribal settlements are located in the hills, forest or isolated valleys. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അല്ലേ? എന്താണ് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഏറ്റവും കൂടുതൽ കാണുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ ഫോറസ്റ്റിലായിരിക്കാം, കാടുകളിൽ താമസിക്കുന്നവരാകാം, അല്ലെങ്കിൽ ഹിൽസ്, അല്ലെ, കുന്നുകളിലോ മലകളിലോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒറ്റപ്പെട്ട താഴ്വരകളിൽ താമസിക്കുന്നവരാകാം, ഇൻറ്റീരിയർ ആയിട്ടുള്ള റീജിയൻസിൽ താമസിക്കുന്നവരാകാം. Right. Then each tribal group lives together in a particular area and their lifestyles are totally different from that of the other communities. Okay. അപ്പം ഓരോ ട്രൈബൽ ഗ്രൂപ്പ്സും എങ്ങനെയാണ്
ഓരോരോ ഗ്രൂപ്പുകളായിട്ടാണ് ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഗ്രൂപ്പുകളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഇപ്പം പണിയർ ആണെന്നുണ്ടെങ്കിൽ അവർ ഒരു ഏരിയയിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പണിയേഴ്സ് ഉണ്ടെങ്കിൽ അവരെല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കും താമസിക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് വേറൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർ വേറൊരു ഏരിയയിൽ ഒന്നിച്ച് താമസിക്കും. അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും അവരുടെ ഫോർമേഷൻ വരിക. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒരുമിച്ച് താമസിക്കുന്നു. ആൻഡ് ദെയർ ലൈഫ് സ്റ്റൈൽസ് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദി അതർ കമ്മ്യൂണിറ്റീസ്. അപ്പം ഞാൻ പറഞ്ഞു ഓരോ ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെയും ലൈഫ് സ്റ്റൈൽസും ഫീച്ചേഴ്സും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം എല്ലാ ട്രൈബ്സും ഒരേ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽസ്, ഒരേ രീതിയിലുള്ള ക്ലോത്തിങ്സ് ഫോളോ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഓരോ ട്രൈബ്സിനും അവരുടെ ഒരു യുണീക്നെസ് ഫോളോ ചെയ്യാം. റൈറ്റ്. Traditional type of cultivation, okay, traditional type of cultivation and gathering of forest products are the main means of living of these tribes. വേറൊന്നുമല്ല, ഇവരുടെ മെയിൻ ജീവിത രീതി അല്ലെങ്കിൽ ഒരു തൊഴിൽ രീതി എന്ന് പറയുന്നത്, അവർ ജീവിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഉപജീവന മാർഗ്ഗം വേണം അല്ലേ, അതാണ് മീൻസ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മീൻസ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ്. ട്രഡീഷണൽ ടൈപ്പ് ഓഫ് കൾട്ടിവേഷൻ അല്ലേ, പരമ്പരാഗതമായിട്ട് നമ്മൾ ഫോളോ ചെയ്തു വരുന്ന കൃഷി രീതികളൊക്കെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. കൂടുതലും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഗ്യാതറിങ് ഓഫ് ഫോറസ്റ്റ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കാട്ടിലും കാര്യങ്ങളിലൊക്കെ ജീവിക്കുന്നവരാണ് കൂടുതൽ പേരും അല്ലെ, ഫോറസ്റ്റിലാണ്. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോറസ്റ്റ് പ്രോഡക്ട്സ് ഇവർക്ക് യൂസ് ചെയ്യാം. അത് കളക്ട് ചെയ്ത് അത് എന്താ പറയുക അവർക്ക് യൂസ് ചെയ്യുക അല്ലെങ്കിൽ കൊടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫോറസ്റ്റ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? യെസ്, ഫോറസ്റ്റ് നമുക്ക് അവർക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ചില തടികളോ അല്ലെങ്കിൽ കമ്പുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ശേഖരിക്കാം. ഏതെങ്കിലും മെഡിസിനൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്ലാന്റുകളാണെങ്കിൽ അതൊക്കെ ശേഖരിക്കാം അല്ലെ, അതിൻ്റെ ലീഫുകൾ ശേഖരിക്കാം, ഓലയൊക്കെ ശേഖരിക്കാം. ഓല കൊണ്ട് പായൊക്കെ ഉണ്ടാക്കി ജീവിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ശേഖരിക്കാം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഹണി, തേൻ കിട്ടും അല്ലെ കാട്ടിൽ നിന്ന്, അതൊക്കെ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ ഇവർക്ക് എടുത്ത് അതുകൊണ്ട് ഇവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുണ്ട്. പിന്നെ കൾട്ടിവേഷൻ, ട്രഡീഷണൽ ആയിട്ടുള്ള കൃഷി രീതികളൊക്കെ ഇവർ ഫോളോ ചെയ്യും. ഇതൊക്കെയാണ് അവരുടെ മെയിൻ മീൻസ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത്. ദെൻ every tribal society has its own language and these dialects have no scripts. അതായത് ഓരോ ട്രൈബൽ സൊസൈറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവർക്ക് അവരുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ളൊരു ഭാഷ, ഒരു ലാംഗ്വേജ് അവർ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്ക് മനസ്സിലാവില്ല കേട്ടോ ആ ലാംഗ്വേജ് ഒന്നും, പിന്നെ നമ്മൾ പഠിച്ചൊക്കെ എടുക്കണം. അപ്പോൾ ഈ ലാംഗ്വേജ് യുണീക്ക് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ഓരോ ട്രൈബൽ സൊസൈറ്റിക്കും നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ ലാംഗ്വേജസിനൊന്നും ലിപികളൊന്നുമില്ല. ഓക്കെ, ഒന്നും എഴുതപ്പെട്ടിട്ടില്ല. ഇന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ള രീതിയിൽ. ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മലയാളം പഠിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ് മുതലേ അതിൻ്റെ ഒരു റൂളൊക്കെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചു വരിക. പക്ഷേ ഇവരുടെ ഈ ഒരു ലാംഗ്വേജ്, അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിന് ഒന്നും എഴുതപ്പെട്ടിട്ടില്ല, എവിടെയും റെക്കോർഡ് ചെയ്തിട്ടില്ല, ലിപികളൊന്നും ഇല്ല. അപ്പം അതനുസരിച്ച് അതിൽ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. ഇവർ ഈ വാമൊഴിയിലൂടെ ഇങ്ങനെ എന്താ പറയുക ഹെറിഡിറ്ററി ആയിട്ട് കൈമാറി വരുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ, ഒന്നും എഴുതപ്പെട്ടിട്ടില്ല. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. വേറൊന്നുമല്ല, കുറേ ആളുകളുടെ വീടുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വേറൊന്നുമല്ല, ഒരു പർട്ടിക്കുലർ ഏരിയ ആണ്. അവിടെ തന്നെ നമുക്ക് കുറേ ഗ്രൂപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു കുടുംബത്തിൽ താമസിക്കുന്ന കുറേ ട്രൈബ്സ് ഉണ്ട്, അതിന് തൊട്ടടുത്തായിട്ട് അടുത്ത ഗ്രൂപ്പുണ്ട്. അപ്പം ഇങ്ങനെ ആണ് അവരുടെ ആ ഒരു സൊസൈറ്റി ഫോം ചെയ്യുക. ഗോത്രവർഗത്തിൽ പെടുന്നവർ പൊതുവെ മലയോരങ്ങളിലോ വനങ്ങളിലോ കുന്നിൻ മുകളിലോ ഒറ്റപ്പെട്ട് കിടക്കുന്ന താഴ്വരകളിലോ ഒക്കെയാണ് അവർ താമസിക്കുക. ഓരോ ഗോത്ര സമൂഹവും ഒരിടത്ത് കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത്. എല്ലാവരും കൂടെ ഒരുമിച്ച് ഓരോരോ കൂട്ടങ്ങളായിട്ടാണ് അവർ ജീവിക്കുക. മറ്റ് സമൂഹങ്ങളിൽ നിന്ന് വേറിട്ട ഒരു ജീവിത രീതിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജീവിത രീതിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. വനവിഭവങ്ങളൊക്കെ ശേഖരിക്കുക, ഞാൻ പറഞ്ഞു നേരത്തെ, ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടുള്ള ജീവിക്കുക. പിന്നെ അതുപോലെ തന്നെ പരമ്പരാഗത രീതിയിൽ കൃഷിയൊക്കെ ചെയ്തിട്ടുമാണ് അവർ അവരുടെ ഒരു ജീവിതം പുലർത്തുന്നത്. ദെൻ ഇവർക്കിടയിൽ പലരും പരമ്പരാഗത കുലത്തൊഴിലുകൾ ചെയ്യുന്നവരാണ്. പരമ്പരാഗതമായിട്ട് കുലത്തൊഴിലുകൾ ചെയ്യുന്നവരാണ്. കുലത്തൊഴിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വേറൊന്നുമല്ല, അതായത് ഫോളോ അപ്പ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് വിചാരിക്കും. അപ്പം അതിൽ ഏറ്റവും മൂത്ത ഒരാളെന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പം കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പം ആ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള തൊഴിൽ, അവരുടെ ആ ഒരു ഗ്രൂപ്പിൻ്റെ തൊഴിൽ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന് ശേഷം പിന്നീട് വരുന്ന അദ്ദേഹത്തിൻ്റെ മകനോ അല്ലേ മക്കളോ ആരെങ്കിലും ഒക്കെ ആ തൊഴിൽ ഫോളോ ചെയ്യും. പിന്നീട് ശേഷം അവരുടെ മക്കൾ അതിനെ ഫോളോ ചെയ്യും അല്ലെ, അവരുമായിട്ട് റിലേറ്റ് ചെയ്ത ആളുകൾ അതിനെ ഫോളോ ചെയ്യും. അങ്ങനെ പരമ്പരാഗതമായിട്ട് കൈമാറി ആ തൊഴിൽ തന്നെ ഫോളോ ചെയ്തു വരുന്നവരാണ്. അതാണ് കുലത്തൊഴിൽ എന്ന് പറയുന്നത്. അങ്ങനെയാണ് കൂടുതൽ ആളുകളും ചെയ്യാറെന്നുള്ളത്. ദെൻ ഓരോ ഗോത്ര സമൂഹത്തിനും അവരുടേതായിട്ടുള്ളൊരു ഭാഷ അല്ലെ, ഒരു ലാംഗ്വേജ് ഉണ്ട്. ആൻഡ് ഇവയ്ക്ക് തനതായിട്ടുള്ളൊരു ലിപികളൊന്നും ഇല്ലാത്ത ഒരു സംസാര ഭാഷയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഒരു ലിപിയൊന്നും ഇല്ല, സ്ക്രിപ്റ്റ് ഇല്ല. ഓക്കെ, The tribes have their own peculiar lifestyle. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ, ഒരു സ്പെഷ്യൽ യുണീക്ക് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ്.
ആൻഡ് ദേ ലിവ് ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് ദി നേച്ചർ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അല്ലേ. അവർ പ്രകൃതിയോടിണങ്ങി അല്ലേ, പ്രകൃതിയുമായിട്ട് എന്താ പറയുക ഇഴുകി ചേർന്നിട്ടുള്ളൊരു ലൈഫ് ആണ് അവരെപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഒരിക്കലും പ്രകൃതിക്ക് ദോഷം വരുന്ന രീതിയിൽ മരങ്ങളെ വെട്ടി നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെ ദുരുപയോഗം ചെയ്യുക അങ്ങനെയൊന്നുമുള്ളൊരു ലൈഫ് സ്റ്റൈലല്ല. എപ്പോഴും ആ പ്രകൃതി എങ്ങനെയാണോ അതിനോടിണങ്ങി. ഇപ്പോൾ അവർ താമസിക്കുന്ന ഒരു ഭൂമി അല്ലേ, അതിൻ്റെ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അത് താഴ്വരയാണെങ്കിൽ ആ ഒരു രീതിയിലുള്ളൊരു ലൈഫ് സ്റ്റൈൽ, ഓക്കെ, ഒരു കുന്നിൻ പ്രദേശമാണെങ്കിൽ ആ രീതിയിലുള്ളൊരു ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ആയിരിക്കും അവരെപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഫോറസ്റ്റ് ആണെങ്കിൽ ആ ഫോറസ്റ്റിനോട് എഴുകി ചേർന്ന് തരത്തിലുള്ള ഒരു ജോലിയും ലൈഫ് സ്റ്റൈലും ക്ലോത്തിങ്സും ഒക്കെ ആയിരിക്കും അവർ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നേച്ചറിനോട് ഇണങ്ങി ജീവിക്കുന്നവരാണ് കൂടുതലും ട്രൈബൽ സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ദെൻ ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഹാവ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ, ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഇൻ ഫോർമുലേറ്റിംഗ് ദി സോഷ്യൽ ലൈഫ് ഓഫ് ദീസ് പീപ്പിൾ അല്ലേ. അപ്പം ഈ സോഷ്യൽ ഇവരുടെ അതായത് ഈ ട്രൈബൽ പീപ്പിളിൻ്റെ ഒരു സാമൂഹ്യ ജീവിതത്തെ ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അവരെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ്, ദി ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദി ഏരിയ ദാറ്റ് ദേ ഇൻഹാബിറ്റ്. അവർ താമസിക്കുന്ന ആ ഏരിയയുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂമിയുടെ എന്താ പറയുക സവിശേഷതകളുണ്ടല്ലോ, അവർ ഏത് ടൈപ്പ് ഓഫ് ഭൂമിയിലാണോ പ്രദേശത്താണോ ജീവിക്കുന്നത് അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലേ, അത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നത്. ഓക്കെ, then the tribes were not of the habit of recording their history. Okay, they not of the habit of recording their history or recording the knowledge that they acquired. അല്ലേ, അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എന്താണ് ഈ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, അതായത് ഈ ട്രൈബ്സിന് അവർക്ക് യുണീക്കായിട്ടുള്ള കുറേ നോളജസ് അറിയാം അല്ലേ, ഒത്തിരി അറിവുണ്ട് ശരിക്കും പറഞ്ഞാൽ പല ആളുകളിലും ട്രൈബ്സിൽ തന്നെ. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ നമ്മളെല്ലാവരും അലോപ്പതി ആ ഒരു രീതിയിൽ ചികിത്സ ഫോളോ ചെയ്യുന്നവരാണ് കൂടുതലും അല്ല, ഇംഗ്ലീഷ് മരുന്നുകളാണ് നമ്മൾ യൂസ് ചെയ്യുക. എന്നിരുന്നാൽ പോലും നമുക്കറിയാം ഇപ്പം ഒട്ടും എന്താ പറയുക മാറ്റാനായിട്ട് ക്യൂർ ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള ചില ഡിസീസസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ആരെയാണ് ഫോളോ ചെയ്യുന്നത്, നമ്മളെപ്പോഴും ആയുർവേദ രീതിയിലേക്ക് ചെറുതായിട്ടൊന്ന് ഫോളോ ചെയ്യാറുണ്ട് അല്ലേ, അതിലേക്ക് നമ്മൾ മാറാറുണ്ട്. ആയുർവേദം കുറേ സമയമൊക്കെ പിടിക്കുമെങ്കിലും എന്താണ് നമുക്ക് ക്യൂർ നമുക്ക് പോസിബിൾ ആയിട്ട് കിട്ടുമെങ്കിൽ നമ്മൾ അതിനെ ഫോളോ ചെയ്യും, ശരിയല്ലേ. അപ്പോൾ ഈ ആയുർവേദത്തിൽ തന്നെ ഇപ്പം നമ്മൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ, എഴുതപ്പെട്ട് വെച്ചിട്ടില്ലാത്ത കാര്യങ്ങളിൽ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതുപോലുള്ള ആദിവാസി സമൂഹത്തിലുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. അവരുടെ നോളജ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക വിലമതിക്കാനാകാത്ത നോളജാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം അവർ ഫോറസ്റ്റ് നേച്ചറൊക്കെ ആയിട്ട് ഇണങ്ങി ജീവിക്കുന്നവരല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്ലാന്റുകളുടെയും യൂസസും അതുമായിട്ട് ഏത് ഡിസീസ് വന്നു കഴിഞ്ഞാൽ ഇന്ന പ്ലാന്റ് യൂസ് ചെയ്യണം അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ അവർക്ക് അറിയുന്ന ഈ നോളജസ് ഒന്നും എവിടെയും എഴുതപ്പെട്ടിട്ടില്ല, അവരൊരിക്കലും നോട്ട് ചെയ്യുന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഒരാൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ അയാൾ ചികിത്സയൊക്കെ നടത്തുന്നുണ്ടെന്ന് വിചാരിക്കുക, അത് ചെയ്തു പോവാണ്, പിന്നീട് അയാളുടെ തലമുറക്കാരൻ ആരാണോ അയാളിലേക്ക് അത് കൈമാറുന്നു, അയാളത് ചെയ്യുന്നു, അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നു എന്നുള്ളതല്ലാണ്ട് വേറൊരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അത് പഠിച്ചെടുക്കാനുള്ളൊരു അവസരം വേറെ ഒന്നുമില്ല. അതായത് ബുക്കുകളിലൊന്നും എഴുതി വെച്ചിട്ടില്ല, ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പം വാമൊഴിയിലൂടെ പകർന്ന് കിട്ടുന്ന ആ ഒരു അറിവ് മാത്രമേ ഉള്ളൂ ഇവർക്ക്. ഓക്കെ, അപ്പോൾ ഇവരുടെ നോളജ് അതുപോലെ തന്നെ അവർക്ക് ഇവരുടെ ഹിസ്റ്ററി, അവരുടെ ചരിത്ര കഥകൾ അല്ലെ, എങ്ങനെയൊക്കെ ആയിരുന്നു ഇവരുടെ മുന്നേ ജീവിച്ചിരുന്ന ആളുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാമെന്ന് പറഞ്ഞ് ഇറ്റ്സ് ഇമ്പോസിബിൾ, നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊന്നും നോട്ട് ചെയ്യപ്പെട്ടില്ല, എവിടെയും റെക്കോർഡ് ചെയ്തിട്ടില്ല. Right. Hence, their myths, folk songs and local knowledges are not that familiar to others. അപ്പോൾ ഇതൊന്നും റെക്കോർഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എഴുതപ്പെട്ടിട്ടോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, അവരുടെ ഐതിഹ്യങ്ങൾ അല്ലേ, അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള നാടൻ പാട്ടുകളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ കലാരൂപങ്ങൾ, അനുഷ്ഠാനങ്ങൾ, രീതികൾ, ഇതൊന്നും എന്താണ് മറ്റുള്ള ആളുകൾക്ക് അത്ര ഫെമിലിയർ ആയിരിക്കണം എന്നില്ല. കാരണം ഇതൊന്നും ആർക്കും അറിയത്തില്ല. പിന്നെ നമ്മൾ അവരുമായിട്ട് ചെന്ന് പരിചയപ്പെട്ട് ഇഴുകിയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, ഇന്ന രീതിയാണ് അവർ ഫോളോ ചെയ്യുന്നതെന്ന്. അല്ലാതെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആളുകൾ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് വലിയ അറിവ് കിട്ടണമെന്നില്ല. കാരണം ഇതൊന്നും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. റൈറ്റ്. ദെൻ ദെയർ എത്നിക് ആർട്ട് ഫോംസ് ആൻഡ് റിച്വൽസ് സ്റ്റിൽ പ്രിവെയിൽ ദോ വിത്ത് ചേഞ്ചസ്. അതായത് വേറൊന്നുമല്ല, ഇവരൊന്നും ഇത് ഫോളോ ചെയ്യുന്നില്ലല്ലോ. അപ്പം ഓരോ ഗ്രൂപ്പ് വരുമ്പോഴത്തേക്ക് അവർ ഫോളോ ചെയ്ത് വരുന്ന കാര്യങ്ങൾ, പിന്നെ ആ ഗ്രൂപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഗ്രൂപ്പ് അവിടെ ഡെവലപ്പ് ചെയ്യാമെന്ന് വിചാരിക്കും, വേറൊരു ട്രൈബൽ ഗ്രൂപ്പ്. അപ്പോൾ അവർക്ക് അവരുടെ യുണീക്ക് ആയിട്ടുള്ളൊരു ലാംഗ്വേജ്, അവരുടെ യുണീക്ക് ആയിട്ടുള്ള റിച്വൽസ്, അങ്ങനെയാണ് വരിക. അപ്പോൾ ഇതൊന്നും ആരും ഫോളോ ചെയ്ത് പോകുന്നില്ല, അവരുടെ തലമുറകൾ മാത്രം അത് ഫോളോ ചെയ്യുന്നു. പിന്നെ അത് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അതിനനുസരിച്ച് ചേഞ്ചസ് വരികയാണ്. അവരുടെ കലാരൂപങ്ങളിലാണെങ്കിലും അവരുടെ ഭാഷയിലാണെങ്കിലും ലൈഫ് സ്റ്റൈലിലാണെങ്കിലും പിന്നെ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്.
ഓക്കെ, വിത്ത് ആ ഒരു ട്രൈബൽ രീതി എന്നുള്ള രീതിയിൽ അതിൽ മാറ്റമൊന്നുമില്ല, എന്നാലും ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കാം. സോ ഗോത്ര സമൂഹങ്ങൾക്ക് അവരുടേതായിട്ടൊരു സവിശേഷ ജീവിത രീതിയുണ്ട്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരാണ് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അവരുടെ സാമൂഹിക ജീവിതം രൂപപ്പെടുത്തുന്നതിൽ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾക്ക് സുപ്രധാനമായിട്ടുള്ളൊരു പങ്കുണ്ട് അല്ലേ. അവർ താമസിക്കുന്ന ആ ഭൂമി ഏതൊരു പ്രദേശമാണോ അതിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ചിട്ടാണ് അവരുടെ ജീവിത രീതി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, ദെൻ ഗോത്ര സമൂഹങ്ങൾ അവരുടെ ചരിത്രമോ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള അറിവുകളോ ഒന്നും എഴുതി വെക്കാറുണ്ടായിരുന്നില്ല, ഒന്നും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗോത്ര സമൂഹങ്ങളുടെ നാട്ടറിവുകളോ നാടൻ പാട്ടുകളോ ഐതിഹ്യങ്ങളോ ഒന്നും മറ്റുള്ളവർക്ക് പൊതുവെ ഫെമിലിയർ അല്ല, പരിചിതമല്ല. കാരണം ഒന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആർക്കും അതിനെ ഫോളോ ചെയ്യാനോ പിന്നീട് അതിന് പഠിച്ച് അത് പെർഫോം ചെയ്യാനോ ഒന്നുള്ള അവസരമില്ല. ശരിക്കും പറഞ്ഞാൽ ആ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എപ്പം നശിച്ചു പോകുന്നോ അതോടുകൂടി അവരുടെ കാര്യങ്ങളെല്ലാം അവിടെ പോവുകയാണ്. വേറെ ആർക്കും അതിനെക്കുറിച്ച് ഒരറിവും കിട്ടത്തില്ല. റൈറ്റ്. ദെൻ അവരുടെ കലാരൂപങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റങ്ങളോടെയാണെങ്കിലും ഇന്നും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ട്, പക്ഷെ അതെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 ടേംസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതാണ് ഊര്, അതുപോലെ തന്നെ ഊരുമൂപ്പൻ. ഓക്കെ, അപ്പം ഊര് എന്ന് ആ ഒരു പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ഇപ്പം നിങ്ങൾ സിനിമകളും മറ്റുമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഊരെന്ന് പറഞ്ഞത് എന്താണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് താമസിക്കുന്ന ആ ഒരു പ്ലേസ് ഉണ്ടല്ലോ, അതിനെയാണ് അവരുടെ ഊരെന്ന് പറയുന്നത്. ഓക്കെ, സോ ദ പ്ലേസ് വെയർ ദ ട്രൈബൽ പീപ്പിൾ ലീവ് ടുഗെദർ. അപ്പം ഗോത്ര സമൂഹങ്ങൾ ഒന്നിച്ച് അല്ലെങ്കിൽ ഗോത്ര ജനങ്ങൾ വിഭാഗങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന ആ ഒരു പ്രദേശത്തെയാണ് അവരുടെ ഊര്, അവരുടേതായിട്ടുള്ള ഊരെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഊര് മൂപ്പൻ. ഓക്കെ, എന്തായിരിക്കും അതാ അല്ലേ. ഇപ്പം നമുക്ക് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റി നമ്മൾ ഫോം ചെയ്യുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി വരുമ്പോഴത്തേക്കും അതിനകത്തൊരു മെയിൻ ആയിട്ടുള്ള ഒരാളുണ്ടാവും അല്ലേ, ഒരു ലീഡർ ഉണ്ടായിരിക്കും. കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ, നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും പുള്ളിയോടായിരിക്കും ചെന്ന് ആദ്യം അഭിപ്രായം ചോദിക്കാം. അപ്പം അങ്ങനെ ഒരു ലീഡർഷിപ്പുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള ഒരാളുണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിനെയാണ് ഇവർ ഊര് മൂപ്പൻ എന്ന് വിളിക്കുക. ഓക്കെ, നോക്കാം. സോ ഈച്ച് ഊര് ഹാസ് എ ലീഡർ ആൻഡ് ദ പീപ്പിൾ റെസ്പെക്ട്ഫുള്ളി കോൾ ഹിം ആസ് ഊര് മൂപ്പൻ അല്ലേ. ഓരോ ഊരിനും അതിൻ്റേതായിട്ടുള്ളൊരു നേതാവ് കാണും. അദ്ദേഹത്തെയാണ് അവർ വിളിക്കുന്നത് ഊര് മൂപ്പൻ എന്ന് വിളിക്കുന്നത്. The Moopen or a group of senior members including the Moopen look after the administration of the ഊര്. അപ്പോൾ ഒരു ഊരുണ്ടെങ്കിൽ ആ ഊരിൻ്റെ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭരണനിർവഹണം അല്ലെ ബാക്കി കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ ആരായിരിക്കും? ഈ പറയുന്ന സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് അടങ്ങിയ ഏറ്റവും എൽഡർ ആയിട്ടുള്ള കുറേ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അവർ ഇൻക്ലൂഡിങ് ഈ മൂപ്പൻ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ ഭരണം കാര്യങ്ങളൊക്കെ ഒരു ഊരിൻ്റെ ഭരണവും കാര്യങ്ങളൊക്കെ നിർവഹിക്കുക. Either the Moopen or the elderly group will have the supreme power in taking decisions on matters like marriage, then other disputes, customs, rituals, etc. എന്താണ് ഏത് തരത്തിലുള്ള കാര്യങ്ങളും ആയിക്കോട്ടെ. ഇപ്പം വിവാഹം, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഊര് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഊരിലുള്ള ഏതെങ്കിലും ആളുകളുടെ വിവാഹ കാര്യങ്ങളാകാം അല്ലേ, എന്തെങ്കിലും ആളുകൾ തമ്മിലുള്ള എന്തെങ്കിലും തർക്കങ്ങൾ ഡിസ്പ്യൂട്ട്സ് ഒക്കെ ആകാം. ഓക്കെ, ഏതെങ്കിലും രീതിയിലുള്ള കസ്റ്റംസിനെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയും കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ടൊരു ഫൈനൽ ഡിസിഷനൊക്കെ എടുക്കുക അല്ലേ, അതിനുള്ളൊരു സുപ്രീം പവർ കിട്ടുന്നത് ആർക്കാണ്? ഈ പറയുന്ന ഒരു മൂപ്പൻ അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടായിരിക്കും ഇവർക്ക്. അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അല്ലെങ്കിൽ അവർക്കാണ് ഇതിൻ്റെ സുപ്രീം പവർ എന്ന് പറയുന്നത്. ഇപ്പം നേരത്തെ നമ്മളൊരു ചാപ്റ്റർ പഠിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഒരു നാട് അല്ലേ, അതുപോലെ ആ നാടിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ഭരണകാര്യങ്ങളും തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു നാട് വാഴി ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, ഒരു മെയിൻ ആയിട്ടുള്ളൊരു ലീഡർ. അതുപോലെ തന്നെയാണ് ഇവിടെ ഊരിന് ഒരു ഊര് മൂപ്പൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഊരാണ് കാണിച്ചിട്ടുള്ളത്. പല പല വീടുകളൊക്കെ കാണിച്ചിട്ടുണ്ട്, ഓലമേഞ്ഞ വീടുകൾ. ഇവരെല്ലാം ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. അവിടെ ഒത്തിരി ട്രൈബുകൾ അധിവസിക്കുന്നുണ്ട്, ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് താമസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൊത്തം ഊര് അവർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെന്താണ് ഒരു ഊര് മൂപ്പനുണ്ടാവും. അപ്പോൾ ഇത്രയും പ്രദേശത്തുള്ള ആളുകളുടെ വിവാഹവും അനുഷ്ഠാനവും പ്രശ്നങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നത്, അഭിപ്രായങ്ങൾ പറയുന്നതും അല്ലേ കാര്യങ്ങളൊക്കെ ആരാണ്? ആ ഊരിൻ്റെ മൂപ്പനായിരിക്കും കാര്യങ്ങൾ നോക്കുക. റൈറ്റ്. ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ആ സ്ഥലത്തിനെയാണ് എന്ത് പറയുക? ഊരെന്ന് പറയുന്നത്. ഓരോ ഊരിനും ഒരു നേതാവ് ഉണ്ടാവും. അദ്ദേഹത്തെയാണ് എന്ത് വിളിക്കുക? ഊര് മൂപ്പൻ എന്ന് വിളിക്കുക. ആ നേതാവിനെയാണ് നമ്മൾ ഊര് മൂപ്പൻ എന്ന് വിളിക്കുക.
ഊരിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഈ മൂപ്പനോ അല്ലെങ്കിൽ മൂപ്പനടങ്ങുന്ന മുതിർന്ന അംഗങ്ങളുടെ ഒരു സമിതിയോ ആയിരിക്കും എല്ലാ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. വിവാഹം, തർക്കങ്ങൾ, അനുഷ്ഠാന മുറകൾ എന്നിവയിലെല്ലാം തീരുമാനമെടുക്കാൻ മൂപ്പനോ മുതിർന്ന സമിതിക്കോ എന്തുണ്ട്, സുപ്രീം ആയിട്ടുള്ളൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാനുള്ളൊരു പവർ എന്ന് പറയുന്നത് ഇവർക്കായിരിക്കും കൈമാറിയിട്ടുള്ളത്. ഓക്കെ.